Namaste viewers, welcome back to my new video. Stock trading എവിടെ ബൈ ചെയ്യണം, എവിടെ സെൽ ചെയ്യണം, ട്രെൻഡ് റിവേഴ്സൽ എപ്പോൾ വരും, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായി നമുക്ക് മാനുവലി അനലൈസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ ടെക്നിക്കൽ അനലൈസിൻ്റെ സഹായത്തോടെ ഇത് കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയാണ് നമ്മുടെ സോഫ്റ്റ് WinTrader നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്തരത്തിലാണ് സോഫ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. കറക്റ്റ് ടൈമിൽ നമുക്ക് സോഫ്റ്റ് സിഗ്നൽസ് കാണിച്ചു തരും, ട്രെൻഡ് റിവേഴ്സൽ കാണിച്ചു തരും. അതുപോലെ നമുക്ക് ഇന്നത്തൊരു സ്കാനറുണ്ട്, അത് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന റിലയൻസിൻ്റെ ചാർട്ടാണ്. അപ്പം ഇതിനകത്ത് സിഗ്നൽ ഇതൊക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണ് എല്ലാ സിഗ്നൽസ്, അതുപോലെ അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും ട്രെൻഡ് റിവേഴ്സൽ ടൈമിൽ ഇതെല്ലാം സോഫ്റ്റ് സ്കാനറിൻ്റെ ഇൻഡിക്കേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തരും. മാനുവൽ നമ്മൾ സൈഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ട്രേഡ് നമ്മൾ മാനുവലി തന്നെ ചെയ്യണം. അത് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഏത് ബ്രോക്കറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സിഗ്നൽ വരും, അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണാൻ, എൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ഡിസ്പ്ലേ ആവുന്നുണ്ട്, ഡയറക്റ്റ് കോൾ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ആൻഡ് കോൾ ഈ സെയിം നമ്പറിലാണ്. അപ്പോൾ റിലയൻസിൻ്റെ 5 മിനിറ്റ് ഇൻട്രാഡേ ചാർട്ടാണ് ആയിട്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 2947. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. നമ്മൾ 2009 തൊട്ട് ഈ മാർക്കറ്റിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രീൻ കളറുടെ അപ്പാരോ കാണാൻ സാധിക്കുന്നില്ലേ, അത് നമ്മൾ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. റെഡ് ഡൗൺ ആര് വരുന്ന സെൽ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നൽ വന്ന ശേഷം ഇത് കൺഫേം ആണോ നോക്കണം. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സിഗ്നൽ വന്ന ശേഷം രണ്ട് കൺഫർമേഷൻ മാത്രം മതിയാവും. സിഗ്നൽ വന്ന ശേഷം പ്രൈസ് ഇൻ ബൈ സോൺ, ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇൻ ബൈ സോൺ എഴുതി കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോട് താഴത്തെ ബാറിലെ അത് ഗ്രീൻ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ മതി. ഈ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ സിഗ്നൽ കൺഫേം ആണ്, ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമ്മൾ എവിടെ എക്സിറ്റ് ചെയ്യും, അതും സോഫ്റ്റ് കാണിച്ചു തരും. അപ്പോൾ ബൈസിക്കിൾ വന്നിരിക്കുന്നത് വെച്ചാൽ റിലയൻസിൽ 5 മിനിറ്റിൽ ഇൻട്രാഡേയിൽ നമുക്ക് ബൈസിക്കിൾ വന്നിരിക്കുന്നത് 1925 ടൈം ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 25 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ഓൾറെഡി താഴെ കാണിച്ചിട്ടുണ്ട് ടാർഗറ്റ് 1, 2 and 3 3 ടാർഗറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സ്റ്റോപ്പ് ലോസും നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ 25 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 1931, 1936, 1941 3 ടാർഗറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഓരോരുത്തർ റിസ്ക് എടുക്കുന്ന ഇതനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിലൊക്കെ എക്സിറ്റ് ചെയ്ത് മാറുക. ഇപ്പം റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓൾറെഡി തരുന്നുണ്ട്. ട്രെയിൽ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ്, തേർഡ് ടാർഗറ്റിലോട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. 80 to 90% കൺഫേം നിങ്ങൾക്ക് ഇതിനകത്ത് ആക്രോസ് കിട്ടും. ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ, ഇക്വിറ്റീസ്, കമ്മോഡിറ്റീസ്, ഫോറക്സ്, കോമെക്സ്, അഗ്രി, ക്രിപ്റ്റോ എല്ലാ മാർക്കറ്റും അവൈലബിൾ ആണ്. സെയിം സ്ട്രാറ്റജിയിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുമേ, ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഇൻട്രാഡേ ആണ്. നമുക്കിതിനകത്ത് സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. അതനുസരിച്ച് നമുക്കിൻ്റെ മാനുവൽ തന്നെ ഇതിൻ്റെ സെറ്റിംഗ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് അതനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിഗ്നൽ കൺഫേം ആയിരുന്നു. 3 ടാർഗറ്റ് കണ്ട സ്റ്റാറ്റസിൽ കാണിക്കുന്നതാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത്. ഇനി നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ വേറൊരു ഫെസിലിറ്റി തരുന്നതെന്ന് വെച്ചാൽ റീ എൻട്രി ഓപ്ഷൻ തരും സോഫ്റ്റ്വെയർ. അത് നമ്മളൊരു ഫ്രഷ് എൻട്രി മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ റീ എൻട്രി ഓപ്ഷൻ സോഫ്റ്റ്വെയർ കാണിച്ചിരുന്നുണ്ട്. അതിനകത്ത് റീ എൻട്രി ചെയ്യാവുന്നതാണ്. റീ എൻട്രി ഇപ്പോൾ വെയിറ്റ് ആണ് കാണിക്കുന്നത്. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അവിടെ ആ ടൈമിൽ മാർക്കറ്റ് എന്താ ലെവൽ, ആ ലെവൽ വെച്ചൊരു എൻട്രിയും തരും, ഒരു എക്സിറ്റ് ലെവൽ ഡയറക്റ്റ് അവിടെ തന്നെ എഴുതി കാണിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്റ്റ് എൻട്രി മിസ്സായിട്ടുണ്ടെങ്കിൽ കൂടി റീ എൻട്രി വഴി നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പം ഇതിനകത്ത് റെസിസ്റ്റൻസ്, സപ്പോർട്ട് ലെവൽസ് ഉൾപ്പെടെ എഴുതി തരും. അതുപോലെ സൈഡ് വേസ് ആണെങ്കിൽ അതുൾപ്പെടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരുവേ. നമുക്ക് നോർമൽ ക്യാൻഡിൽ വരുന്ന റെഡും ഗ്രീനും ആണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ കുറച്ച് കളേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതെല്ലാം സൈഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം ഫുൾ പാക്ക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. വളരെ ഈസി ടു ലേൺ ആണ് ഈ സ്ട്രാറ്റജി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് താഴത്തെ നമ്പറുണ്ട്, വാട്സപ്പിലും കോൾ വഴി കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മൾ ലൈവായിട്ടൊരു പെർഫോമൻസ് കാണിച്ചു തരും. ലൈവ് മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ തന്നെ കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.